നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. യുവാവിനെ കൈമഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ചേറ്റുവ സ്വദേശിയായ യുവാവ് പിടിയിൽ. ആധാരം എഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും റിമാൻഡിലേക്ക്. ചാലക്കുടിയിൽ എയിംസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി നൂലുവള്ളി ദേശത്തിന്റെ ചമയ പ്രദർശനം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി 41 വയസ്സുള്ള ഹരിയാണ് അറസ്റ്റിലായത്. റെയിൽ കഷണം ട്രാക്കിൽ കൊണ്ടിട്ടത് മുറിച്ച് കഷണമാക്കി മോഷ്ടിക്കാനാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും 100 മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷണം ട്രാക്കിൽ കിടന്നിരുന്നത്. ഇത് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ച് കളഞ്ഞിരുന്നു. ലോക്കോ പൈലറ്റാണ് വിവരം സ്റ്റേഷനിൽ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ട്രാക്കിൽ ഇരുമ്പ് റെയിലിന്റെ കഷണം കണ്ടെത്തിയത്. അട്ടിമറി ശ്രമം എന്ന കണക്കുകൂട്ടലിൽ അന്വേഷണം ആരംഭിച്ച റെയിൽവേ പോലീസ് മോഷണ ശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. യുവാവിനെ കൈമഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അന്തിക്കാട് സ്വദേശിയായ പുളിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള സിബിൻ എന്നയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അന്തിക്കാട് സ്വദേശിയായ താണ്ടിയേക്കൽ വീട്ടിൽ 39 വയസ്സുള്ള നവീൻ എന്നയാളെ അന്തിക്കാട് പോലീസ് പിടികൂടിയത്. സിബിന്റെ അനുജൻ ബിബിനെ നവീൻ കളിയാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താലാണ് അന്തിക്കാട് വെച്ച് നവീൻ കൈമഴുകൊണ്ട് തലയിൽ വെട്ടി ഗുരുതര പരിക്കേൽപ്പിക്കുകയും ബിബിനെ കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നവീനെ അറസ്റ്റ് ചെയ്തത്. നവീന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 2010 അടിപിടി കേസും 2024 വീട് കയറി ആക്രമിച്ച് നാശനഷ്ടം വരുത്തിയതിനുള്ള കേസും സ്ത്രീയെ മാനഹാനി വരുത്തിയതിനുള്ള കേസുകളുമടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, അഭിലാഷ്, കൃഷ്ണദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, ഷാജു, മഹേഷ് എന്നിവരാണ് നവീനെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ചേറ്റുവ സ്വദേശിയായ യുവാവ് പിടിയിൽ. ചേറ്റുവ സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 42 വയസ്സുള്ള വിനോദ് എന്നയാളെയാണ് 42 ഗ്രാം കഞ്ചാവുമായി വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം തൃശൂർ റൂറൽ ജില്ലയിൽ ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപാദനം എന്നിവ തടയുന്നതിനും മോഷണങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായും നടന്നുവരുന്ന പരിശോധനകളുടെ ഭാഗമായി വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെട്രോളിംഗ് നടത്തിവരവെ രാത്രി 8:15 വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരുള്ള ബാറിന് മുൻവശം സംശയാസ്പദമായി നിന്നിരുന്ന വിനോദിനെ പരിശോധിച്ചതിൽ നിന്നാണ് വിനോദിന്റെ മുണ്ടിന്റെ മടിക്കുത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തത്. ഈ സംഭവത്തിനാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും വിനോദിനെ അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. വിനോദിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2016 അടിപിടി കേസും 2022 800 ഗ്രാം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിനുള്ള കേസുമുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു BS, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിമോൻ, ഷിജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ സുനീഷ് NR എന്നിവരാണ് വിനോദിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആധാരം എഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും റിമാൻഡിലേക്ക്.
കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊപ്രക്കളം എന്ന സ്ഥലത്ത് ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി സ്വദേശിയായ മമ്മശ്ര ഇല്ലത്ത് വീട്ടിൽ സഗീർ എന്നയാളെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ കൂരിക്കുഴി സ്വദേശിയായ തെക്കിനിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീശൻ, ഇയാളുടെ മകൻ മായ പ്രയാഗ് എന്നിവരെ കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി കൊപ്രക്കളത്തുള്ള സഗീറിന്റെ ആധാരമെടുത്ത ഓഫീസിൽ സതീശൻ ഇയാളുടെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനായി ആധാരം പരിശോധിക്കുന്നതിന് ഏൽപ്പിച്ചിരുന്നു. ഈ ആധാരം പരിശോധിച്ച് വസ്തുവിന്റെ കീഴാധാരത്തിലെ അപാകതകൾ വസ്തു വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്ന ബിജിഷിനെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് 12:30 സതീശനും മകനും കൂടി സഗീറിന്റെ കൊപ്രക്കളത്തുള്ള ആധാരമെടുത്ത ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്നു ചെന്ന് ഓഫീസിൽ വെച്ച് കൈകൊണ്ടും ഇഷ്ടിക കൊണ്ടും അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ സംഭവത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചതിൽ വാടാനപ്പള്ളി ഭാഗത്തുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിദേശത്തുള്ള കൂട്ടുകാരന്റെ വാടാനപ്പള്ളിയിലുള്ള വസതിയിൽ നിന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർ സൂരജ്, പോലീസ് ഡ്രൈവർ അനന്ത്മോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട് ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സതീശന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 2003 വധശ്രമ കേസും 2006 കൊലപാതക കേസും 2008 വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും 2018 മതിലകം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും 2019 കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുള്ള കേസുമടക്കം 11 ക്രിമിനൽ കേസുകളുണ്ട്. ചാലക്കുടിയിൽ എയിംസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ മധ്യഭാഗമായ ചാലക്കുടിയിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഇതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൊരട്ടിയിൽ നാഷണൽ ഹൈവേയോട് ചേർന്ന് ലഭ്യമാണെന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും സമീപത്താണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷനായി. ഓമന ജോസ്, ബെന്നി നബേലിൽ, വർഗീസ് പൊറായി, TT ബേബി, TV ബേബി എന്നിവർ പ്രസംഗിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നദ്ദയ്ക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിനും MP ബെന്നി ബെഹനാനും നിവേദനം നൽകി. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി നൂലുവള്ളി ദേശത്തിന്റെ ചമയ പ്രദർശനം നടത്തി. ക്ഷേത്ര മേൽശാന്തി മനോജ് PV തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നൂലുവള്ളി ദേശത്തിന്റെ പ്രസിഡന്റ് അജിത് VK അധ്യക്ഷത വഹിച്ചു. ഓടി വരുമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബീന സുരേന്ദ്രനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 26,71,43,850 രൂപ വരവും 26,25,87,280 രൂപ ചെലവും 45,56,570 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളം, ദാരിദ്ര്യ ലഘൂകരണം, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ ജീവനം ആരോഗ്യ പദ്ധതി 2ാം ഘട്ടം, ബഡ് സ്കൂൾ, മൊബൈൽ ക്രിമിറ്റോറിയം, ലൈഫ് ഭവന പദ്ധതി, പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി പഞ്ചമി പഠന കേന്ദ്രം,
പ്രധാന പാതയോരങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ, ബോട്ടിൽ ബൂത്ത്, കമ്മ്യൂണിറ്റി ലെവൽ നാപ്കിൻ ഡിസ്ട്രോയർ, ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരമുള്ള വായനശാലകൾക്ക് ധനസഹായം, സ്നേഹാരാമം ഓപ്പൺ ജിം, ഹാപ്പിനെസ് പാർക്കുകൾ, തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് പ്രാരംഭ ചികിത്സാ ധനസഹായം എന്നീ പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നവരെയും വലിച്ചെറിയുന്നവരെയും പിടികൂടുന്നതിനും ലഹരി വിപത്തുകൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പറപ്പൂക്കര സ്ക്വാഡ് എന്ന പേരിൽ യുവസേനയെ സജ്ജരാക്കുന്നതിനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ആമുഖ പ്രസംഗം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, മറ്റ് വാർഡ് ജനപ്രതിനിധികൾ, സെക്രട്ടറി G സബിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 10 രൂപ കൂടി ഗ്രാമിന് 8060 രൂപ, പവന് 64,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. യുവാവിനെ കൈമഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ചേറ്റുവ സ്വദേശിയായ യുവാവ് പിടിയിൽ. ആധാരം എഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും റിമാൻഡിലേക്ക്. ചാലക്കുടിയിൽ എയിംസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി നൂലുവള്ളി ദേശത്തിന്റെ ചമയ പ്രദർശനം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.